ഇന്ന് നമ്മൾ ഇതുപോലത്തെ പെൻഡൻറ്റ് അല്ലെങ്കിൽ റിങ്ങൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് നെക്ലസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ ഞാനിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിങ് വെച്ചിട്ടല്ല, ഈ ഒരു പെൻഡൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പെൻഡൻറ്റിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഒരു കോഡ് ഇങ്ങനെ കടത്തിവിടാം. അതിനുശേഷം ഈ ഒരു കോഡിൻ്റെ രണ്ട് എൻഡും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടത്തിവിടാം. ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് നമുക്കൊരു മാലയായിട്ട് യൂസ് ചെയ്യാവുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അല്ല, കുറച്ചുകൂടി ഡെക്കറേഷൻ വേണമെങ്കിൽ ഈ ഫോൾഡിങ് ഭാഗം കുറച്ചൊന്ന് പുറത്തേക്ക് വലിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ എൻഡ് ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് കടത്തിവിടാം. അപ്പോഴത്തേക്കും നമ്മുടെ സിംഗിൾ നോട്ട് മാറിയിട്ട് ഇതിപ്പോൾ ഡബിൾ നോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം അഡീഷണൽ ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഒന്നോ രണ്ടോ ബീഡ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സിംഗിൾ ബീഡായിട്ട് നമുക്ക് വലിയ ഹോളുള്ള ബീഡ് വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു വലിയ ബീഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ ഒരു രണ്ട് ത്രെഡിൻ്റെ എൻഡ് പോർഷൻ ഞാനിങ്ങനെ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ നമുക്കിങ്ങനെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡിൻ്റെ എൻഡ് പോർഷനിൽ ഞാൻ ചെറുതായിട്ട് ക്യാൻഡിൽ വെച്ചിട്ട് ഒന്ന് കത്തിച്ചൊന്ന് നാരോ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു മുത്തും കൂടി അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കെട്ട് കൂടി ഇട്ടെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കൊടുക്കാറുള്ള നോർമൽ കെട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കെട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതങ്ങനെ തന്നെ അവിടെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് തന്നെ കിടന്നോളും. എന്നാലും ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി ഇതിൻ്റെ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. ഈ ഒരു നോട്ട് ഇട്ട് കൊടുക്കാൻ നല്ല എളുപ്പമാണ്. നമുക്കിങ്ങനെ ഈ രണ്ട് നൂലും ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക. അതിനുശേഷം ഈ ഒരു സൈഡിൽ ഞാനിങ്ങനെ ഒരു രണ്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഈ ഒരു രണ്ട് ചുറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഈ ഒരു കോഡിൻ്റെ എൻഡ് പോർഷൻ ഇങ്ങനെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കടത്തി വിട്ടതിന് ശേഷം ഒന്നുകിലും നമുക്ക് വേഗത്തിൽ തന്നെ വലിച്ചിട്ട് ഒരു കെട്ടങ്ങട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എക്സ്ട്രാ വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അല്ല, ഇപ്പം ഒട്ടും കോഡ് വേസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അവസാന ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു എൻഡ് പോർഷൻ ചെറുതായിട്ട് ക്യാൻഡിലങ്ങാനും കത്തിച്ചിട്ട് ഉരുക്കി കൊടുത്താൽ മതിയാവും. ഇതേപോലെ തന്നെ മറുഭാഗത്ത് ഞാൻ രണ്ട് ചുറ്റി അതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു കോഡ് ഇങ്ങനെ പുറത്തേക്കിട്ട് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ചെയിനൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് അത് വേറെ പെൻഡൻറ്റിനോടൊപ്പം റിങ്ങിനോടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഞാനിതൊന്ന് ഈ ഒരു കെട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ഇങ്ങനെ ഈ സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള നോട്ടുകൾ നമ്മൾ ബ്രേസ്ലെറ്റിലും ഒക്കെ ഇടാറുണ്ട്. ഇതാണ് കോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു നെക്ലസ്. മിക്കവാറും കോഡ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള നോട്ടുകളാണ് ഇട്ട് കൊടുക്കാറ്.